ഏതൊക്കെ ഓർത്തോപീഡിക്സ് കണ്ടീഷൻസിലാണ് സ്റ്റെം സെൽ തെറാപ്പി യൂസ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ് സ്റ്റെം സെൽ എന്ന് അറിയണം. സ്റ്റെം സെല്ല് അറിഞ്ഞാലേ എന്തൊക്കെ കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നറിയുള്ളൂ. നമ്മൾക്ക് സ്റ്റെം സെൽസ് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ല് തേയ്മാനം, ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് യൂസ് ചെയ്യാം. നമ്മൾക്ക് ഈ ലിഗമെന്റ് സ്പ്രെയിൻ, പാർഷ്യൽ ലിഗമെന്റ് ടയർ ഇഞ്ചുറീസ്, റൊട്ടേറ്റർ കഫ് ടയേഴ്സ്, അല്ലെങ്കിൽ ഡിസ്ക് ബൾജ്, അങ്ങനത്തെ മൾട്ടിപ്പിൾ കണ്ടീഷൻസിനാണ് നമ്മൾ സ്റ്റെം സെൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെം സെൽ എന്താണ്? സ്റ്റെം സെൽ എന്ന് പറയുന്നത് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സെല്ലാണ്. ആ സെല്ലിനെ ഏത് കണ്ടീഷനാണോ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ആ കണ്ടീഷനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന സെൽസ് ആയിട്ട് ഇതിന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ സ്റ്റെം സെൽസിന് അത്രയും എഫിക്കസി ഉള്ളൂ. അത് ജനിച്ചു വീഴുന്ന കുട്ടികളിൽ തൊട്ട് വലിയ ആൾക്കാരിൽ വരെയുണ്ട്. വളരും തോറും ഈ സ്റ്റെം സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയും, അതായത് ഇതിന് കുറേ സെൽസായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ആ കഴിവ് കുറഞ്ഞു വലുതാവും തോറും അതിൻ്റെ ലഭ്യതയും കുറയും, കഴിവുകളും കുറച്ച് കുറയും. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സെൽസിനെ നമ്മൾക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് ആ സെല്ലുകളെ നമ്മൾ ഏത് കണ്ടീഷനാണോ യൂസ് ചെയ്യുന്നത് അതിനാണ് സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് ഓർത്തോപെഡിക്സിൽ ഒരു വലിയ ആൾക്കാരാണെങ്കിലും ആ പേഷ്യൻ്റെ തന്നെ സ്റ്റെം സെൽ എടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രൊസീജിയറാണ്. ഇറ്റ്സ് എ ഡേ കെയർ പ്രൊസീജിയർ. ഒരു 2 to 3 hours ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് വെരി എഫക്റ്റീവ്. ദാറ്റ് ഈസ് എ ഹൈലൈറ്റ്. ഒരു സിറ്റിംഗ് മതി പല കണ്ടീഷനിലും ക്യൂർ ആവാൻ വേണ്ടിയിട്ട്.